അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രൗഢഗംഭീരമായ സദസ്സ് എല്ലാ അർത്ഥത്തിലും ഖബൂലുള്ള സദസ്സായി സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മല പോലെയുള്ള ധാരാളം പണ്ഡിതരും നിഷ്കളങ്കരായ മുതഅല്ലിമീങ്ങളും അവരെ ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളും ഒരു നാട്ടിൽ മുതഅല്ലിം വന്ന് താമസിക്കുമ്പോൾ ആ നാടിനുണ്ടാകുന്ന ആനന്ദവും ആ നാട്ടിലെ ഖബറാളികൾക്കുണ്ടാകുന്ന സന്തോഷവും അക്ഷരങ്ങളെ കൊണ്ടോ പദങ്ങളെ കൊണ്ടോ വാക്യങ്ങളെ കൊണ്ടോ വിശദീകരിക്കാൻ കഴിയാത്ത അത്രയും അധികമാണ്. ഈ മക്കൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ശറഹുൽ അഖായിദിന്റെ അവസാന ഭാഗത്ത് കാണാം, ഇന്നൽ ആലിമ വൽ മുതഅല്ലിമ ഇദാ മർറാ ബിഖൗമിൻ ഫഇന്നല്ലാഹ യർഫഉൽ അദാബ അൻ മഖ്ബറത്തിൽ കൽഖറിയ 40 യൗമാ. ഒരു ആലിമോ അല്ലെങ്കിൽ ഒരു മുതഅല്ലിമോ ഒരു നാടിൻ്റെ അരികിലൂടെ നടന്നു പോയാൽ മതി, ആ നാട്ടിലെ ഖബറാളികൾക്ക് 40 ദിവസം ആനന്ദമാണ്. അങ്ങനെങ്കിൽ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഒരു നാട്ടിൽ വന്ന് താമസമാക്കിയാൽ ആ നാട്ടുകാർക്കും ഖബറാളികൾക്കും ലഭിക്കുന്ന നേട്ടം എത്രയോ വലുതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വരിയിലൂടെ പറയാതെ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുതഅല്ലിമീങ്ങളുമായി സഹവസിച്ചതിൻ്റെ പേരിൽ പരലോകത്ത് വലിയ പദവി നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ശൈഖുനാ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ 73 വർഷത്തെ 33 വർഷവും പഠനകാലമാണ്. 90 വർഷക്കാലം ജീവിച്ചിട്ടുണ്ട്. 18ാമത്തെ വയസ്സിൽ ഇൽമിൻ്റെ മേഖലയിലേക്ക് അങ്ങ് പ്രവേശിച്ചു. 33 വർഷക്കാലം മുതഅല്ലിമായി കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു. പിന്നീട് 40 വർഷം ജീലാനി റളിയല്ലാഹു അൻഹു വഅള് പറഞ്ഞു. 90ാമത്തെ വയസ്സിൽ ആ മഹാത്മാവ് ലോകത്തോട് വിട പറയുകയും ചെയ്തു. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുസ്മരണവും കൂടി ഉൾച്ചേർത്തുകൊണ്ടുള്ള പ്രോഗ്രാമാണിത്. ഹിജ്രി കലണ്ടർ പ്രകാരം 470 ജനിച്ച്, അഥവാ ഇറാനിലെ ജീലാനിലെ നൈഫ് എന്ന പട്ടണത്തിൽ 90 വർഷക്കാലം ജീവിച്ച് 561 ആണ്ടിൽ ബഗ്ദാദിന്റെ മണ്ണിൽ വെച്ച് ആ മഹാത്മാവ് ലോകത്തോട് വിട പറയുകയും ചെയ്തു. കേവലമായൊരു ജീവിതത്തിന്റെ ഉടമയായിരുന്നില്ല, മറിച്ച് ഒരു ജീവിതം കാലാന്തരങ്ങളിലൂടെ യുഗാന്തരങ്ങളിലൂടെ മറ്റുള്ളവർ ഓർത്തെടുക്കുമാർ വിധത്തിൽ വളരെ മനോഹരമായ ജീവിതം കാഴ്ചവെച്ചു ജീലാനി റളിയല്ലാഹു അൻഹു. മറ്റുള്ള കുട്ടികളെ പോലെ കളിക്കളങ്ങളിൽ സമയം ചെലവഴിക്കുന്ന പ്രകൃതമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാം, ലൈബ്രറികളെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന, മിക്കവാറും സമയങ്ങൾ ലൈബ്രറികളിൽ സമയം ചെലവഴിച്ചിരുന്ന പ്രകൃതമായിരുന്നു ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റേത്. അപ്പോഴാണ് ബഗ്ദാദിലെ വൈജ്ഞാനികതയുടെ ചമൽക്കാരം ജീലാനി റളിയല്ലാഹു അറിയുന്നത്. പൊന്നുമ്മയോട് പറഞ്ഞു, ഉമ്മ, ബഗ്ദാദിന്റെ മണ്ണിൽ പോയി നല്ല വിദ്യ അഭ്യസിക്കണമെന്നുണ്ട്, വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ സംഭരിക്കണമെന്നുണ്ട്, ഉമ്മ അതിന് സമ്മതം തരണം. ആ പൊന്നുമ്മ ഇൽമിനോടും മുതഅല്ലിമീങ്ങളോടും വലിയ ഇഷ്ടമുള്ള ഉമ്മയായിരുന്നു. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 13ാമത്തെ പേരക്കുട്ടിയാണ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പൊന്നുമ്മ, അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദീൻ, മുഹമ്മദുൽ ബാഖിർ, ജഅഫർ സാദിഖ്, മൂസൽ കാളിം, അലിയുർ റിള, കമാലുദ്ദീൻ, മുഹമ്മദ് ജവാദ്, മഹ്മൂദ്, മുഹമ്മദ് അബ്ദുല്ലാഹി സുമഈ, ഉമ്മുൽ ഖൈർ, അമത്തുൽ ജബ്ബാർ, ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. പോരാത്തതിന് പൊന്നുപ്പ അബ്ദുല്ലാഹി സുമഈ റളിയല്ലാഹു അൻഹു വലിയ വിലായത്തിൻ്റെയും ഇൽമിൻ്റെയും ഉടമയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പൊന്നുമ്മ ചെറിയ പ്രായത്തിലെ ഇൽമിനോടും ഇൽമിൻ്റെ അഹ്ലുകാരോടും മുതഅല്ലിമീങ്ങളോടും വലിയ താല്പര്യമുള്ള ഉമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ മോൻ ബഗ്ദാദിന്റെ മണ്ണിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്ക് ആ ഉമ്മക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. ആ ഉമ്മ ഒന്നേ പറഞ്ഞുള്ളൂ, ഫഹാദാ വജ്ഹുൻ ലാ അറാഹു ഇലാ യൗമിൽ ഖിയാമ. മോനെ, അന്ത്യനാൾ വരെ ഈ മുഖം ഒരുപക്ഷെ ഇനി ഞാൻ കണ്ടുകൊള്ളണമെന്നില്ല. അള്ളാഹുവിൽ തവക്കുലാക്കി ഞാനിതാ നിന്നെ ഇൽമിന്റെ മേഖലയിലേക്ക് പറഞ്ഞേക്കുകയാണ്. അന്ന് 18 വയസ്സാണ്. 488 ആ പോകുന്നത്. അങ്ങനെ ബഗ്ദാദിന്റെ മണ്ണിലെത്തി 33 വർഷം പഠിച്ചു. ആ പഠന കാലയളവിൽ
വലിയ വലിയ പർവ്വത തുല്യരായ പണ്ഡിതന്മാരുമായി സഹവസിച്ചു, സാലിഹീങ്ങളുമായി സഹവസിച്ചു, മഹാന്മാരുടെ വലിയ വലിയ പൊരുത്തം വാങ്ങി. അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരിൽ പ്രധാനികളാണ് അബുൽ വഫാഇൽ ഹംബലി റളിയല്ലാഹു അൻഹു, അബുൽ ഖത്വാബിൽ ഹംബലി റളിയല്ലാഹു അൻഹു, അബൂ സഈദിൽ ഹംബലി റളിയല്ലാഹു അൻഹു, അബൂ സക്കരിയ തിബ്രീസി റളിയല്ലാഹു അൻഹു, അബുൽ ഗാലിബ് ബാഖില്ലാനി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് ഖുശൈനി റളിയല്ലാഹു അൻഹു, അബുൽ ഗനായിമിൽ ഫറസി റളിയല്ലാഹു അൻഹു, അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു, അബൂ ബക്കർ റളിയല്ലാഹു അൻഹു, ഹമ്മാദുദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ മുബാറക് അൽ മുഖർരിമി റളിയല്ലാഹു അൻഹു. ധാരാളം ഉസ്താദുമാരുമായി ഇൽമിന്റെ അഹ്ലുകാരുമായി ആ ചെറിയ പ്രായത്തിലെ ആ മോന് ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഗ്ദാദിന്റെ ഏതോ ഒരു മൂലയിൽ അൽ ഗൗസ് എന്ന പേരുള്ള ഒരു വലിയ വന്നിട്ടുണ്ട് എന്ന് കേൾക്കാനിട വന്നത്. നല്ല ഇൽമിന്റെ അഹ്ലുകാരൻ, ഇൽമിനെ നന്നായി സ്നേഹിക്കുന്ന ഒരു വിലായത്തിന്റെ ഉടമയായ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് എന്ന് കേട്ടറിഞ്ഞു. അങ്ങനെ അറിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇബ്നു സഖ എന്ന പണ്ഡിതനുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബീ ഉസ്റൂൻ എന്ന മറ്റൊരു പണ്ഡിതനുമുണ്ട്. 3 പേരും അൽ ഗൗസി എന്ന പേരിൽ അറിയപ്പെട്ട വലിയനെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. യാത്ര പോകുന്നതിൻ്റെ മുമ്പേ ഓരോരുത്തരും അവരവരുടെ യാത്രാ ഇംഗിതങ്ങൾ തുറന്നു പറഞ്ഞു. ഇബ്നു സഖ പറഞ്ഞത് ഒരാൾക്കും മറുപടി പറയാൻ കഴിയാത്ത അതിസങ്കീർണമായ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. രണ്ടാമതായി അബ്ദുല്ലാഹി ഇബ്നു അബീ ഉസ്റൂൻ ലഅസ്അലന്നഹു മസ്അലതൻ വനൻദുറു മാ യഖൂലു ഫീഹാ, അദ്ദേഹത്തോട് ഞാനൊരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തോട് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് പരിശോധിക്കും. മൂന്നാമതായി ജീലാനി റളിയല്ലാഹു അൻഹു ഇൽമിനോടും ഇൽമിന്റെ അഹ്ലുകാരോടും മുചാലിമീങ്ങളോടുമുള്ള ആദരവ് കണ്ട് മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ വല്യുപ്പയിൽ നിന്ന് കൂട്ടുകുടുംബാംഗങ്ങളിൽ നിന്ന് ആദരവും ബഹുമാനവും കണ്ടുപിടിച്ച ജീലാനി റളിയല്ലാഹുവിന്റെ പ്രതികരണം മഅദല്ലാഹ് മിന്ന നസ്അലഹു ശൈആ വനൻതളിറു ബൈന യദൈഹി ബറകത റുയതിഹി. അല്ലാഹ് ആ വലിയനോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന്, എന്തെങ്കിലും സങ്കീർണമായ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ പരിശോധിക്കുന്നതിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ സമീപിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, ദുആഇന് വേണ്ടിയാണ്, ബറക്കത്തിന് വേണ്ടിയാണ്. 3 പേരും അൽ ഗൗസ് എന്ന പേരിൽ സുവിദിതരായ വലിയന്റെ സമക്ഷത്തിലേക്ക് എത്തിച്ചേർന്നു. ആദ്യം തന്നെ കാണുന്നത് ഇബ്നു സഖ എന്ന പണ്ഡിതനെയാണ്. കണ്ടയുടനെ പറഞ്ഞു, ഇബ്നു സഖ ലതൽതഹിബു ഫീ വജ്ഹിക നാറുൽ കുഫർ ബിഇസാഅതി അദബിക. ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി വന്നതാണല്ലേ, അതുകൊണ്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളിതാ, അതിന്റെ മറുപടികളിതാ. ഈ അപമര്യാദ കാരണത്താൽ നെറ്റിത്തടത്തിൽ അവിശ്വാസത്തിന്റെ തീജ്വാല ജ്വലിക്കുന്നത് കാണുന്നു. രണ്ടാമതായി അബ്ദുല്ലാഹി ഇബ്നു അബീ ഉസ്റൂനിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ലതഖിറന്ന ദുനിയ ഇലാ ശഹ്മതി ഉദുനൈക ബിഇസാഅതി അദബിക. അല്ലയോ അബ്ദുല്ലാഹ്, നീയും ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ പരിശോധിക്കാൻ വേണ്ടി വന്നതാണല്ലേ. ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളിതാ, അതിന്റെ മറുപടി ഇതാ. ഈ അപമര്യാദ കാരണത്താൽ വൈജ്ഞാനിക മേഖലയിൽ നിന്ന് രാജിവെച്ച് ഏതോ രാജാവിന്റെ ഖജാൻജിയായി അവരോധിക്കപ്പെടുന്നതാണ്. അഥവാ ദുനിയാവുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ വരും. മൂന്നാമതായി ജീലാനി റളിയല്ലാഹുവിന്റെ കരം പിടിച്ച് തന്നോടടുപ്പിച്ച് ആദരിക്കേണ്ടതിനെ ആദരിക്കേണ്ടതെങ്ങനെ, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ടതെങ്ങനെ, അതിൻ്റെ വലിയ പാഠം നിങ്ങളിൽ കാണുന്നു. അതുകൊണ്ട് ഭാവിയിൽ ഔലിയാക്കളുടെ നേതാവായി അവരോധിക്കപ്പെടും. ഔലിയാക്കളോട് പ്രഖ്യാപിക്കും, ഖദ് ഖുൽത ബിൽ ഇദ്നി മിൻ മൗലാക മുഅ്തമിറ ഖദമി അലാ റഖബതിൽ ഔലിയാഇ തൂറ ഫകുല്ലുഹും ഖദ് റളു വളഅല്ലാഹ ബുശറ യാ മൻ സമസ്മൻ അലൈഹിം മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി.
ഔലിയാക്കളുടെ നേതാവായി അവരോധിക്കപ്പെടും. ഇബ്നു സഖ എന്ന പണ്ഡിതൻ ഈമാനില്ലാതെ ലോകത്തോട് വിട പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബീ ഇസ്റൂൻ വൈജ്ഞാനിക മേഖലയിൽ നിന്ന് പരിപൂർണമായും രാജിവെച്ച് ഏതോ രാജാവിന്റെ ഖജാൻജിയായി അവരോധിക്കപ്പെട്ടു. ജീലാനി റളിയല്ലാഹു അൻഹു കാലാന്തരങ്ങളിലൂടെ യുഗാന്തരങ്ങളിലൂടെ ആ നാമം പ്രതിപാദിക്കപ്പെടുന്നു. അല്ലാഹുവേ, ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ റബ്ബേ. മുതഅല്ലിമീങ്ങളോടുള്ള സ്നേഹം, മുതഅല്ലിമായുള്ള ജീവിതം, ഇൽമിന്റെ അഹ്ലുകാരുമായുള്ള സഹവാസം, അതാണ് ആ ജീവിതത്തിലെ ഏറ്റവും വലിയ മെസ്സേജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതിന്റെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 33 വർഷം മുതഅല്ലിമായി പഠിച്ചെങ്കിൽ 40 വർഷം ദർസ് നടത്താനുള്ള അല്ലെങ്കിൽ മുദരിസായി സേവനം ചെയ്യാനുള്ള വലിയ തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഖാദിരിയ എന്ന ആത്മീയ സരണിയെ സംബന്ധിച്ച് മാലോകർക്ക് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ഖാദിരിയ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ മതമല്ല, മറിച്ച് തിരുസുന്നത്തിനെ സരളമായി ഏത് രൂപത്തിൽ സ്വജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നതിന്റെ പ്രായോഗിക രൂപമായിരുന്നു യഥാർത്ഥത്തിൽ ഖാദിരിയ ആത്മീയ സരണി. ജീലാനി റളിയല്ലാഹു അൻഹു 7 ആയത്തുകൾ ഓതി. എന്നിട്ട് പറഞ്ഞു, ഈ 7 ആയത്തിന്റെ ഉള്ളടക്കമാണ് എൻ്റെ ആത്മീയ സരണിയുടെ അകക്കാമ്പ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു വഇന്നക ലഅലാ ഖുലുഖിൻ അളീം ലഇൻ ശകർതും ലഅസീദന്നകും യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. 7 ആയത്തുകൾ ഓതി. എന്നിട്ട് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ 7 ആയത്തിന്റെ ഉള്ളടക്കമാണ് എൻ്റെ ആത്മീയ സരണിയുടെ, എൻ്റെ ദൈനംദിന ജീവിതത്തിന്റെ അകക്കാമ്പ്. അതിലൊന്നാമത്തേത് ശരീരത്തിന്റെ താല്പര്യങ്ങളോടുള്ള നിരന്തരമായ പോരാട്ടമാണ്. രണ്ടാമത്തേത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. മൂന്നാമത്തേത് സൽസ്വഭാവത്തിന്റെ മധുരിമയാണ്. നാലാമത്തേത് കടപ്പാടുള്ളവരോടെല്ലാം നന്ദി ചെയ്തും കൃതജ്ഞത രേഖപ്പെടുത്തിയുമുള്ള ജീവിതമാണ്. അഞ്ചാമത്തേത് സഹനവും ക്ഷമയും വിശാലമായ മനസ്സും. ആറാമത്തേത് അള്ളാന്റെ പൊരുത്തമുള്ളതെല്ലാം ചെയ്യാം, പൊരുത്തമില്ലാത്തതൊന്നും ചെയ്യരുത്. ഏഴാമത്തേത് സത്യസന്ധത മുറുകെ പിടിച്ചുള്ള ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കൾച്ചർ, ആ ഒരു സംസ്കാരം നമുക്കെല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ ജീവിതമാണ് ആ 90 വർഷക്കാലം സ്വജീവിതത്തിലൂടെ മാലോകർക്ക് പകർന്നു നൽകിയത്. അതുകൊണ്ടാണല്ലോ ജസ്റ്റിസ് മാർക്കണ്ഡയ കടിച്ചു അടക്കം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട എത്താനും ചില വരികൾ കാണാം. ജസ്റ്റിസ് മാർക്കണ്ഡയ കടിച്ചു സുപ്രീം കോർട്ടിന്റെ അഭിഭാഷകനായി സേവനം ചെയ്തിട്ടുണ്ട്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായി നിലവിൽ സേവനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം കുറിച്ചിട്ടത് 2 തരം ഇസ്ലാമുണ്ട്. ഒരു ഇസ്ലാം ഭീകരമാണ്, തീവ്രമാണ്, വർഗീയമാണ്, അത് വഹാബിയുടെ ഇസ്ലാമാണ്. രണ്ടാമതൊരു ഇസ്ലാമുണ്ട്, അതിൽ സ്നേഹമുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്, സഹാനുഭൂതിയുണ്ട്, അത് ഔലിയാഇന്റെ ഇസ്ലാമാണ്. ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും പൊരുത്തവും സ്വരച്ചേർച്ചയും നിലനിർത്താൻ ഔലിയാഇന്റെ ജീവിതമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത്. ആരുടെ വാക്ക്? ഒരു ഭൗതികമായി ചിന്തിക്കുന്ന ജസ്റ്റിസ് മാർക്കണ്ഡയ കടിച്ചു എന്ന മനുഷ്യന്റെ വാക്ക്. അഥവാ ഔലിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ ജീവിതമാണ് മാലോകരോട് പറഞ്ഞത്. അതാണ് നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ പ്രഖ്യാപനം. I hope the time is not far off when I shall be able to unite the wise and educated men of other countries and establish one uniform regime based on principle of Quran, which alone are true, which alone can lead men to happiness. ചിന്നിച്ചിതറിയ ആളുകളെ, വർഗങ്ങളെ, ജാതികളെ, സമൂഹത്തെ, ഗ്രൂപ്പുകളെ, ട്രൂപ്പുകളെ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂല്യങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഒരു ഭൗതികന്റെ പ്രഖ്യാപനം. ഏതായിരുന്നാലും ഔലിയാഇന്റെ ജീവിതം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത് അത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ജീലാനി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയം, അവസാന നിമിഷം മക്കൾ വന്ന് വാപ്പയോട് ചോദിക്കുന്നുണ്ട്, വാപ്പ നല്ല ഉപദേശം വേണം,
മക്കളെല്ലാവരും മുത്തഅല്ലിമീങ്ങളാണ്. 4 ഭാര്യമാരിലൂടെ 49 മക്കൾ ജനിച്ചിട്ടുണ്ടെങ്കിലും 35 മക്കളും ചോര പൈതങ്ങളായിരിക്കെ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവശേഷിച്ചത് ജീവിച്ചത് 14 മക്കൾ മാത്രമാണ്. ഒരു പെൺകുട്ടിയും ബാക്കിയുള്ളതെല്ലാം ആൺമക്കളും. മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു, അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ ജബ്ബാർ റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഗനി റളിയല്ലാഹു അൻഹു, മൂസ റളിയല്ലാഹു അൻഹു, ഈസ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, യഹ്യ റളിയല്ലാഹു അൻഹു, സാലിഹ് റളിയല്ലാഹു അൻഹു പിന്നുള്ളൊരു പെൺകുട്ടിയാണ്. അങ്ങനെ 14 മക്കളാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നത്. എല്ലാവരും ഇൽമുമായി ബന്ധമുള്ള ആളുകളാണ്. ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ലഘുലേഖനങ്ങളെല്ലാം ക്രോഡീകരിച്ചത് മകനായ അബ്ദുർ റസാഖ് എന്ന മോനാണ്. ഏത് ഗ്രന്ഥത്തിൽ? ഫുതൂഹുൽ ഗൈബ് എന്ന പേരുള്ള ഗ്രന്ഥത്തിൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ലേഖനങ്ങളെല്ലാം ക്രോഡീകരിച്ചത് അബ്ദുർ റസാഖ് എന്ന പേരുള്ള മുതഅല്ലിമായ മോനാണ്. അങ്ങനെ മുതഅല്ലിമീങ്ങളായി ഇൽമിന്റെ അഹ്ലുകാരായ മക്കളായി വളർത്തിയവരെ അവർ മരണസമയത്ത് വാപ്പയോട് ആവശ്യപ്പെടുന്നു, വാപ്പാ നല്ല ഉപദേശം വേണം, നല്ല ഉപദേശം വേണം. അവസാന നിമിഷം ജീലാനി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഉപദേശം, അലൈക ബിത്തഖ്വല്ലാഹ് വഅലൈക ബിത്വാഅത്തില്ലാഹ് വലാ തഖഫ് അഹദൻ സിവല്ലാഹ് വലാ തർജു അഹദൻ സിവല്ലാഹ് വഖീലിൽ ഹവായിജ കുല്ലഹാ ഇലല്ലാഹ് വത്ലുബ്ഹാ ജമീഅൻ മിനല്ലാഹ് വലാ തസിഖ് ബിഅഹദിൻ സിവല്ലാഹ് വലാ തഅതമിദ് ഇല്ലാ അലല്ലാഹ് അലൈക ബിത്തൗഹീദ് التوحيد التوحيد جماع الكل التوحيد. തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കണേ, അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണേ, അല്ലാഹനെ മാത്രം ഭയന്നാൽ മതിയാകും. തൗഹീദ് മുറുകെ പിടിക്കണം, ഈമാന് മുറുകെ പിടിക്കണം, ആദർശം മുറുകെ പിടിക്കണം എന്ന തഖ്വയുമായി ബന്ധപ്പെട്ട ഉപദേശമായിരുന്നു ആ പിതാവ് അവസാന നിമിഷം മക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഖുർആനിലുണ്ട് ആഹ്വാനം, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഈമാനുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ ശരീരങ്ങളെയും മക്കളുടെ ശരീരങ്ങളെയും കഴിവിന്റെ പരമാവധി നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തണം. ധാർമ്മിക മൂല്യങ്ങളെ, നാഫിയായ ഇൽമുകളെ, ഉപകാരപ്രദമായ വിജ്ഞാനങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഇന്നല്ലാഹ യുസ്ലിഹു ബിസ്വലാഹി റജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി വഹലദു വൈറതിഹി വഹലദു വൈറാത്തിൻ ഹൗല ഫലാ യസാലൂന ഫീ ഹിഫ്ളില്ലാഹി മാ ദാമ ഫീഹിം. ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും സുഹൃത ജീവിതം കൊണ്ട് അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ എല്ലാവരും നന്മയുടെ പ്രണേതാക്കളായി, നന്മയുടെ വാഹകരായി, നന്മയുടെ ഖാദിമീങ്ങളായി മാറുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് എല്ലാ അർത്ഥത്തിലും ഖബൂലുള്ള സദസ്സായി സ്വീകരിക്കട്ടെ എന്ന് മാത്രം പങ്കുവെച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. 2-3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ സംഘാടനത്തിന് വേണ്ടി, അതിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവരുണ്ടാകും. പണം കൊടുത്തുകൊണ്ടും ശാരീരിക അധ്വാനം കൊണ്ടും ശ്രമദാനം കൊണ്ടും സഹായിച്ചവരുണ്ടാകും. അവരെയെല്ലാം ഓർക്കേണ്ടതും അവർക്ക് വേണ്ടിയെല്ലാം ദുആ ചെയ്യേണ്ടതും ഈമാനികമായ ബാധ്യതയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സനഅ ഇലൈക്കും മഅറൂഫ ഫകാഫിഉ ഫഇൻ ലം തജിദൂ മാ തുകാഫിഊന ഫദ്ഉ ല ഹത്താ തറൗ അന്നകും ഖദ് കാഫതും. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ തിരിച്ചതുപോലത്തൊരു ഉപകാരം ചെയ്തു കൊടുക്കണം. കഴിയില്ലേ, ഹൃദയം അറിഞ്ഞ് ദുആ ചെയ്തു കൊടുക്കണം. ചെറിയ ദുആ അല്ല, ഹത്താ തറൗ അന്നകും ഖദ് കാഫതും. ആ പ്രാർത്ഥന അവരാ ചെയ്ത ഉപകാരത്തിന് പകരമായിട്ടുണ്ട് എന്ന് മനസ്സ് വിളിച്ചു പറയുവോളം ദുആ ചെയ്യണം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. സർവോപരി നമ്മളിവിടെ സ്വസ്ഥമായിരിക്കുമ്പോഴും നമ്മുടെ ഫിലസ്തീനിലെ പാവപ്പെട്ട ജനത വളരെ വലിയ പ്രയാസത്തിലാണ്. 6 ലക്ഷത്തിലധികം ആളുകൾ നിലവിൽ മരണപ്പെട്ടു. അതിൽ 3,60,000-ത്തിലധികം ചോര പൈതങ്ങളാണ്. എത്ര ചോര പൈതങ്ങളാണ് പെടഞ്ഞു മരിച്ചത്? എത്ര ചോര പൈതങ്ങളാണ് ജീവചങ്ങങ്ങളായി മാറിയത്?
എത്രയോ ചോര പൈതങ്ങൾ നെഞ്ചിന്റെ കൂട് കാണപ്പെടുന്നു. പട്ടിണിയുടെ കാഠിന്യം കൊണ്ട്, ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ നമ്മുടെ സഹോദരി സഹോദരന്മാർ, മനുഷ്യ സമൂഹം മരിച്ചു പോകുന്നു എന്നറിയുമ്പോൾ നമുക്ക് നമ്മോട് ലജ്ജ തോന്നണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മസലുൽ മുഅ്മിനീന ഫീ തബാദിഹിം വതഅതുഫിഹിം വതറഹുമിഹിം മിസ്ലുൽ ജസദി ഇദാ ഇശ്തകാ മിൻ ഉളുബുൻ തദഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മാ. വിശ്വാസി സമൂഹം, മനുഷ്യ സമൂഹം ഒരു ശരീരം പോലെയാണ്. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദയാദാക്ഷിണ്യത്തിൻ്റെയും വിഷയത്തിൽ ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പെയിൻ അനുഭവപ്പെട്ടാൽ ബോഡി ടോട്ടലി ആ വേദനയിൽ പങ്കുചേരും. അതുപോലെയാണ് മറ്റുള്ള മനുഷ്യരുടെ വേദന നമ്മുടെ വേദനയാണ്. നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ വേദന അത് നമ്മുടെ വേദനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടുകൂടി ക്രോഡീകരിച്ചിട്ടുള്ള സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രോഗ്രാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. മുത്താൽ ഫടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂഫർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ കാലൻ നസ്റായിൽ മൗത്ത് വാങ്ങിക്കും നാൾ കരുത്തർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ ബിൽ ഖുതുബി റബ്ബാനി മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് ഫെടി ഫെരുച്ച കാബറകം പോകും നാൾ ഫെർഫറ്റ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ സുർബിളി കെട്ടിട്ടോക്കയും ഫുറഫട്ടാൽ സുൽത്താൻ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ഏളും മുഖമീട്ടാടുഫിച്ചോദിക്കും നാൾ എങ്കൾ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ ചൂട് ഫെരുതാരമ്മൽ ഞാൻ നിൽക്കും നാൾ ചൊക്കർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. നരകം മതളും റോദം മികച്ച നാൾ നലവർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ തൂക്കം പിടിച്ച് കണക്കെല്ലാം നോക്കും നാൾ തലവർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്.